A spring constant of a K of a spring of mass m is determined experimentally by loading the spring of mass capital M and recording the time period as the t for a single oscillation. If the experiment is carried out for different masses, then the graph that correctly represent the result is നമുക്ക് ഓപ്ഷൻസ് ഇവന്മാർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു സ്പ്രിങ് അതിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് വില കെ ആണ്. അതിൻ്റെ നെറ്റ് മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. നമ്മൾ അതിൽ ഡിഫറെൻറ്റ് മാസസ് ക്യാപിറ്റൽ എം ആണ് ഫസ്റ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യണ മാസം. അങ്ങനെ ഡിഫറെൻറ്റ് മാസസ് ലോഡ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ടൈം പീരീഡ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ടി ആണ്. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ പല മാസസ് വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫാണ് നമ്മളോട് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ആണ് തന്നിരിക്കുന്നത്, ഗ്രാഫുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ ലഗ്രാഞ്ചസ് ഈക്വേഷൻ വെച്ചാണ്. നമുക്ക് അറിയാം ലഗ്രാഞ്ചിൽ L is equal to kinetic energy minus potential energy ആണ്. ഇത് ലഗ്രാഞ്ച് ഈക്വേഷൻ ആണ്. d divided by dt is equal to dou L divided by dou x dot minus dou L divided by dou x is equal to 0. നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലെ നമ്മൾ ലഗ്രാഞ്ചിനെ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ മാസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ സ്മോൾ മാസ് ആണ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ മാസം. ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇനർഷ്യ കാരണം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയും വരും സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MS ഡിവൈഡഡ് ബൈ 3 ആണ് വരുന്നത്. ഇവിടുത്തെ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ടേമാണ് ഇവിടുത്തെ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മുടെ സ്പ്രിംഗ് മാസിനെ മാത്രം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MS ഡിവൈഡഡ് ബൈ 3 x ഡോട്ട് സ്ക്വയർ ഇനർഷ്യ കാരണമാണ് ഈ 1/3 എന്ന് പറഞ്ഞ ടേം വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് മാസസ് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ മാസം സസ്പെൻഡ് ചെയ്തപ്പോൾ ഹാഫ് ഓഫ് MS ഡോട്ട് സ്ക്വയർ കിട്ടി. ഇത് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈമാണ് ഹാഫ് ഓഫ് KS സ്ക്വയർ. കാരണം കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. ഇനി നമ്മൾ ഈ എല്ലിനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഇട്ട് കൊടുത്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x ഡോട്ട് സ്ക്വയറിൻ്റെ ടേമും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ. അപ്പോൾ 2x ഡോട്ട് ആയിരിക്കും. ഇവിടെയും നമുക്ക് 2x ഡോട്ട് കിട്ടും. ഈ 2 2 ക്യാൻസൽ ആയി പോകും. ഇവിടെ x ഡോട്ട് എന്ന് പറഞ്ഞ ടേമേ ഇല്ല. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ രണ്ടുമാര് മാത്രമേ ലെഫ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ ഇവന്മാരെല്ലാതും കോൺസ്റ്റന്റ് നിൽക്കും, കാരണം ഇതൊക്കെ എക്സ് ഡോട്ടിൻ്റെ ടേംസ് ആണല്ലോ. അപ്പോൾ ഇത് ഹാഫ് ഓഫ് K 2x. ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ടേമാണ് ഇഫക്റ്റീവ് മാസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേമും. നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? 2π റൂട്ട് ഓഫ് ഇഫക്റ്റീവ് മാസ് ഡിവൈഡഡ് ബൈ K ആണ്. ഇവിടെ നമുക്ക് M ഇഫക്റ്റീവ് ആയി കിട്ടിയിരിക്കുന്നത് ഇവന്മാരാണ്. നമ്മൾ ഇവന്മാരോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഈ രണ്ട് ടേമിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും ഈ M എന്ന് പറഞ്ഞ സ്ലോപ്പായി കിടക്കുന്നത് 4π² ഡിവൈഡഡ് ബൈ K ആണ്. ബാക്കി ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇവൻ കോൺസ്റ്റൻ്റ് ആണ്. പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്